ഇത് അവിടെ ഒരു അമ്പലം കാണുന്നു. ഇനിയുള്ള കാലം ഈ അമ്പലത്തിൽ അഭയം തേടാം. അമ്മേ ദേവി നാരായണ, അമ്മേ ദേവി നാരായണ, അമ്മേ ദേവി നാരായണ. അച്ഛാ, എൻ്റെ അമ്മ എവിടാ? അമ്മ എവിടെ? എൻ്റെ അമ്മ എവിടെ? അച്ഛൻ വിഷമിക്കണ്ട, മുത്തശ്ശി ഇവിടെ എവിടെങ്കിലും കാണും. അവളെവിടെ? നിന്റെ അമ്മ. അച്ഛൻ അമ്മ വല്ലാത്ത സങ്കടത്തില്ല. അച്ഛൻ അമ്മയൊന്നും പറയരുത് പ്ലീസ്. ആവശ്യമില്ലാത്ത ചെയ്തിട്ട് ഇപ്പൊ സങ്കടപ്പെടുന്നോ? അച്ഛൻ അമ്മയൊന്നും പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല. ആരാ ആരാ? ഞാൻ എവിടെ മുത്തശ്ശി ഇതുവരെ ശേഖരത്തിൽ കണ്ടിട്ടില്ലല്ലോ. മോളെ കണ്ടിട്ട് എൻ്റെ പൊന്നൂനെ പോലെ ഉണ്ട്. പൊന്നോ? അതാരാ? പൊന്നു എൻ്റെ കൊച്ചുമോളാ. അവരൊക്കെ എവിടെ? എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല. മുത്തശ്ശി നന്നായിട്ട് ക്ഷീണിച്ചിട്ടില്ലല്ലോ. ഇത് ഈ അമ്പലത്തിലെ പ്രസാദം മുത്തശ്ശി കഴിച്ചോ? മുത്തശ്ശിയുടെ മക്കളെന്ന് വെച്ചാൽ മുത്തശ്ശി അവിടെ പോവോ? ഇല്ല മക്കളെ, ഇനിയുള്ള കാലം മുത്തശ്ശി ഇവിടെ കഴിയാം. അങ്ങനെ പറയരുത് മുത്തശ്ശി. താൻ ചെയ്ത തെറ്റിന് പശ്ചാത്താപം ചെയ്തല്ലേ അവരെ മുത്തശ്ശിയെ വിളിക്കാൻ വരുന്നത്. മുത്തശ്ശി അവരോട് പോകണം. അവർക്ക് അവസരം കൂടെ കൊടുക്കുന്നത് തെറ്റില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് ഞാൻ പണം തരാം. ആ മോളെവിടെ? അപ്പൊ ദേവിയാണ് ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഹലോ, എന്താടി? അമ്പലത്തിലോ? നമ്മൾ സ്കൂളിനടുത്ത അമ്പലത്തിലാണോ? നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. നിന്നോട് അച്ഛനമ്മ ഉണ്ടോടി? ആ ശരിയടി, ഞാൻ തീ വരുന്നു, സ്കൂളിലേക്ക് വരാം. ശരി. അമ്മ വിഷമിക്കണ്ട, ഞാൻ തീ വരുന്നു. ഇതുവഴിയാണോ അമ്പലത്തിലേക്ക് പോകണ്ടേ? ഇതുവഴിയാ, പെട്ടെന്ന് വാ. ആരാ? എന്റെ പൊന്നാണോ? പൊന്നു മോളെ. മോളെ മോൾ എങ്ങനെ വന്നു? ഇതെല്ലാം ആരാണ്? ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ് മുത്തശ്ശി. ഇവരാ പറഞ്ഞത് ഇവർ തൊഴാൻ വന്നപ്പോൾ മുത്തശ്ശിയെ കണ്ടു. അതെയോ? മക്കള് വരണ്ടായിരുന്നു. അതെന്താ? മുത്തശ്ശി ഞങ്ങളാരും കണ്ടേ. അച്ഛനും അമ്മയും അനിയത്തിമാരും ഒക്കെ മുത്തശ്ശി കാണാതെ വിഷമിക്കുക. മുത്തശ്ശി വീട്ടിലേക്ക് വരണം. ഇല്ല മക്കളെ, ഞാൻ ഇനിയുള്ള കാലം ഈ അമ്പലത്തിൽ അഭയം തേടിക്കണം. പറ്റില്ല മുത്തശ്ശി. പൊന്നൂന്റെ കൂടെ മുത്തശ്ശി പോകണം. വീട്ടിലെല്ലാവരും സങ്കടത്തില്ല. മുത്തശ്ശി എന്നല്ലെങ്കിൽ ഞാനും വീട്ടിലേക്ക് വരും. ഞാനും മുത്തശ്ശിയോട് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അങ്ങനെ പറയരുത് മോളെ. മുത്തശ്ശി അമ്മയുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി. നീங்களுം മുത്തശ്ശിക്ക് ഞങ്ങളെ വിഷമിപ്പിക്കട്ടെ മുത്തശ്ശി. നമുക്ക് വീട്ടിലേക്ക് പോകാം. ദേവിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരാം. മുത്തശ്ശിക്ക് ഇനി കമ്പനി ആവശ്യമില്ല. മുത്തശ്ശി ഞങ്ങളില്ലേ പിടിക്കാൻ. വാ. അമ്മേ, അച്ഛാ, ദേ മുത്തശ്ശി വന്നു. ചിന്നസിക്ക് വാ. അമ്മ എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കി. എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിന്? നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല.
നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എന്നോട് പൊറുക്കണം, ഞാൻ ചെയ്ത തെറ്റ. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. പോട്ട് മോനെ, അമ്മയുടെ മനസ്സിൽ ഒന്നുമില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. അതെയോ, വാ അമ്മ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഇനി ഞങ്ങൾ ഒരിക്കലും അമ്മ വിഷമിപ്പിക്കത്തില്ല. അമ്മ ഇത്ര നാൾ എവിടെയായിരുന്നു മക്കളെ? അതൊക്കെ ഞാൻ പറഞ്ഞു. നേരത്തെ എനിക്കൊരു ഫോൺ കോൾ വന്നില്ലേ, അതെൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവൾ അമ്പലത്തിൽ പോയപ്പോൾ മുത്തശ്ശിയെ കണ്ടു. അപ്പോൾ അവളും അവളുടെ പാരൻസ് ഞാനും കൂടി പോയാൽ മുത്തശ്ശിയെ കണ്ടുപിടിച്ചത്. അവർ പിന്നീട് വരാമെന്ന് പറഞ്ഞെങ്കിൽ പോയി. എനിക്ക് വലിയ മുളകൾ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെ മക്കളെ വിളിക്കാൻ വരുന്നു. ഇന്ന് മുത്തശ്ശി അവരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. എൻ്റെ അനുഗ്രഹം എന്നും മുത്തശ്ശിയോട് ഉണ്ടാവും.